ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കുള്ള പരിഹാരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കാം. ഒരു കഥ പറയട്ടെ. കൂടുകൂട്ടാൻ ഇടം തേടി ഒരു കൂട്ടം തേനീച്ചകൾ കാട്ടിൽ അലഞ്ഞു നടന്നു. ഇടതൂർന്ന ഇലകളും ശിഖരങ്ങളും ഉള്ള അരയാൽ കണ്ട് ഇത് തന്നെ ഏറ്റവും നല്ല ഇടമെന്ന് തേനീച്ചകളുടെ രാജ്ഞി തീരുമാനിച്ചു. രാജ്ഞി അരയാലിനോട് ചോദിച്ചു, പ്രിയ സ്നേഹിത, ഈ കാട്ടിൽ ഞങ്ങൾ പുതുതായി വന്നവരാണ്. ഞങ്ങൾക്ക് കൂടുവെക്കാൻ പറ്റിയ ഇടം നിന്റെ ശിഖരങ്ങളാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കൂടുകൂട്ടിക്കോട്ടെ? അരയാൽ പറഞ്ഞു, സാധ്യമല്ല. എന്റെ മേൽ ആരും കൂടുവെക്കുന്നത് എനിക്കിഷ്ടമില്ല. വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. തേനീച്ചകൾ നിരാശരായി. നല്ല സ്ഥലമായിരുന്നു ആലിൻ കൊമ്പുകൾ. ആശിച്ചിട്ടെന്തു ഫലം? അധികാരി അഹംഭാവത്തോടെ തിരസ്കരിച്ചില്ലേ? പ്രയത്നശാലികളായ തേനീച്ചകൾക്ക് കൊടിയ നിരാശയായി. ഇതിനെല്ലാം മൂകസാക്ഷിയായിരുന്നു അടുത്തു നിന്ന തേന്മാവ്. അരയാലിന്റെ ധിക്കാരം കാരുണ്യശീലമുള്ള തേന്മാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആലിനോട് ഒന്നും പറയാനും തോന്നിയില്ല. അത്തരക്കാരോട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് തേന്മാവിനും അറിയാം. എങ്കിലും അയൽക്കാരനല്ലേ എന്ന് കരുതി ആലിനോട് ചോദിച്ചു, അങ്ങ് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന വൻമരമല്ലേ? തെല്ലിടം ഉത്സാഹികളായ ഈ തേനീച്ചകൾക്ക് കൂടുവെക്കുവാൻ കൊടുക്കരുതോ? അവർ ഈ കാട്ടിലുള്ളതല്ലോ, എവിടെ നിന്നോ വന്ന അതിഥികളല്ലേ. അവരെ കഴിവതും സഹായിക്കുകയല്ലേ നമ്മുടെ ധർമ്മം. അരയാൽ പറഞ്ഞു, എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ മാറ്റമില്ല. ഒരു പരിചയവുമില്ലാത്ത ഇവരെ സഹായിക്കേണ്ട കാര്യം എനിക്കില്ല. അല്ല, നീയും മരമല്ലേ, നിനക്കുമില്ല കൊടുക്കാനിടം? അത്ര സ്നേഹമാണ് ഇവറ്റകളോടെങ്കിൽ കൂടുകൂട്ടാനിടം നീ കൊടുക്ക്. ഇത്രയും കേട്ടതോടെ തേനീച്ചകളുടെ രാജ്ഞിയോട് തേന്മാവ് പറഞ്ഞു, വരൂ സഹോദരി, എനിക്ക് അരയാലിന്റെ അത്ര സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല. എങ്കിലും ആവശ്യമുള്ളത്ര സ്ഥലം സന്തോഷത്തോടെ എടുത്ത് ഇഷ്ടം പോലെ കൂടുവെച്ചോളൂ. ചോദിക്കാതെ കിട്ടിയ ഈ സഹായം അവരെ സന്തോഷിപ്പിച്ചു. രാജ്ഞിയും അനുയായികളും ഉത്സാഹത്തോടെ കൂടുകെട്ടി താമസവും തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞ് രണ്ട് മരം വെട്ടുകാർ അവിടെ എത്തി. അവരിൽ ഒരാൾക്ക് തേന്മാവ് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നാന്തരം തടി, വെട്ടാനും എളുപ്പം. നമുക്കിത് ഇപ്പോൾ തന്നെ വെട്ടിക്കളയാം. ഇത് കണ്ട മറ്റേയാൾ മാവ് ആകെ ഒന്ന് പരിശോധിച്ചു. വലിയ തേനീച്ചക്കൂട് മുകളിൽ കണ്ടു. ഇത് വേണ്ട, നീ ആ തേനീച്ചക്കൂട് കണ്ടില്ലേ? മരം വെട്ടിയാൽ തേനീച്ചകൾ കൂട്ടത്തോടെ വന്ന് നമ്മെ ആക്രമിക്കും. എന്തിനു പുലിവാൽ പിടിക്കണം? നീ അടുത്തു നിൽക്കുന്ന അരയാലിനെ നോക്ക്. അതാണെങ്കിൽ വലിയ മരമാണ്. കുറെ കഷ്ടപ്പെട്ടാലും കൂടുതൽ തടി കിട്ടുകയും ചെയ്യും. കൂട്ടുകാരന് ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടു. അയാൾ കോടാലിക്ക് മൂർച്ച കൂട്ടി തുടങ്ങി. അല്പനേരത്തിനകം 2 കോടാലികൾ ആൽത്തടിയിൽ മാറി മാറി ആഞ്ഞാഞ്ഞു വീണു. ആൽമരം വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞു. ദയനീയ രോദനം കേട്ട് തേന്മാവിന്റെ മനസ്സലിഞ്ഞു. അയൽക്കാരൻ സ്വാർത്ഥനും ധിക്കാരിയുമാണ്. തേനീച്ചകളെ പണ്ട് പറഞ്ഞയച്ചതും സന്മനസ്സുള്ള തേന്മാവ് മറന്നു. ആലിനെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ഉടൻ തന്നെ തേനീച്ചകളുടെ രാജ്ഞിയെ വിളിച്ചു പറഞ്ഞു, മരം വെട്ടുകാരിൽ നിന്ന് നമുക്ക് ആലിനെ രക്ഷിക്കണം. കഴിയുന്നത് ചെയ്യൂ. നിമിഷങ്ങൾക്കകം തേനീച്ചക്കൂട്ടം മരം വെട്ടുകാരെ വട്ടമിട്ട് കുത്തി നോവിക്കാൻ തുടങ്ങി. ഉടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവർ പ്രാണൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അരയാൽ രക്ഷപ്പെട്ടു. അരയാൽ തേനീച്ചകളുടെ രാജ്ഞിയോട് നന്ദി പറഞ്ഞു. നന്ദി പറയണമെങ്കിൽ ഞങ്ങളോടല്ല പറയേണ്ടത്, തേന്മാവിനോടാണ്. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ പറഞ്ഞയച്ചത് തേന്മാവാണ്. അരയാലിന്റെ തലകുനിഞ്ഞു. നമ്മോട് തിന്മ ചെയ്യുന്നവരോട് പകരം തിന്മ ചെയ്യരുതെന്ന് ഞങ്ങളെ ഉപദേശിച്ചതും തേന്മാവ് തന്നെ. തന്റെ തല എന്നും ഏറ്റവും ഉയരത്തിൽ നിൽക്കുമെന്ന് തെറ്റിദ്ധരിച്ച് അഹങ്കാരത്തോടെ നിഷ്കരണം പെരുമാറിയ അരയാൽ താരതമ്യേന ദുർബലനായ തേന്മാവിൽ നിന്ന് വലിയൊരു പാഠം പഠിച്ചു. പരിധിയില്ലാത്ത സ്വാർത്ഥത നമ്മെ വിഷമത്തിലാക്കും, ഇന്നല്ലെങ്കിൽ നാളെ. സ്വാർത്ഥതയുടെ ഒരംശമെങ്കിലുമില്ലാതെ ആർക്കും ജീവിക്കാനാവില്ല എന്നതാണ് സത്യം. എങ്കിലും സ്വാർത്ഥതയ്ക്ക് നാം പരിധി നിശ്ചയിക്കണം. എല്ലാം എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലാതെ വരും. എല്ലാവരും അവരിൽ നിന്ന് അകലുകയും ചെയ്യും. മറ്റുള്ളവരിൽ പിഴവുകൾ ആരോപിക്കുകയും തന്റെ രീതികളെല്ലാം കുറ്റമറ്റതെന്ന് വാദിക്കുകയും ചെയ്യുന്നവരെ ആരാണ് ഇഷ്ടപ്പെടുക? സ്വാർത്ഥതയുള്ളവർക്ക് അന്യരെ സ്നേഹിക്കാൻ കഴിയില്ല, സ്വയം സ്നേഹിക്കാനും കഴിയില്ല. വിജയത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതല്ല, അയൽക്കാരനെ അവഗണിക്കുന്നതാണ് സ്വാർത്ഥത. എല്ലാ പാപത്തിന്റെയും പിന്നിൽ സ്വാർത്ഥതയുടെ സ്വാധീനമുണ്ട്. പുണ്യകർമ്മത്തിന്റെ പിന്നിൽ സ്നേഹത്തിന്റെ സൗന്ദര്യവും. വ്യക്തിയുടേതായാലും രാഷ്ട്രത്തിൻ്റെതായാലും സ്വാർത്ഥതയും അത്യാഗ്രഹവുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ.
സ്വാർത്ഥമോഹമോ അഹങ്കാരമോ കൊണ്ട് ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ളവരായി വിനയത്തോടെ കണക്കാക്കുക എന്ന് ബൈബിളിലും സ്വാർത്ഥതയുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും സ്വാർത്ഥതയും അത്യാഗ്രഹവും ഒരിക്കലും അവസാനിക്കാത്ത, നമ്മെ എങ്ങുമെത്തിക്കാത്ത വികാരങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒരുപോലെ ഇല്ലാതാക്കുന്ന ദുശീലങ്ങളാണ്. മതിവരാത്ത ആഗ്രഹങ്ങൾ നമ്മെ അസംതൃപ്തരാക്കുകയും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ശീലം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയും ചെയ്യും. ഓർക്കുക, യഥാർത്ഥ സന്തോഷം നേടുന്നതിലല്ല, മറിച്ച് പങ്കുവെക്കുന്നതിലൂടെയാണ്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.